ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് സാഹിബ്, പ്രോഗ്രാം ചെയർമാനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ VT ഇക്രാമുൽ ഹക്ക്, പരിപാടിയിൽ അതിഥികളായി നമ്മെ അഭിസംബോധന ചെയ്യുന്ന SVF സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് ബാക്കവി, ഖാലിദ് മൂസ നദവി, മുഫ്തി അമീൻ മാഹി എന്നീ പണ്ഡിതന്മാർ, പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗവും മുൻ സംസ്ഥാന പ്രസിഡൻറ്റുമായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉൾപ്പെടെ വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന സെക്രട്ടറിമാർ, സംസ്ഥാന സമിതി അംഗങ്ങൾ, ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ, മലപ്പുറം ജില്ലാ ഭാരവാഹികൾ, ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ഈ മഹാപ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദേശവ്യാപകമായി SDPI സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന ഒരു മഹാസമ്മേളനമാണ് ഇന്ന് നമ്മൾ മലപ്പുറത്ത് ചേരുന്നത്. മിനിയാന്ന് കൊല്ലത്ത് ഇതുപോലെയുള്ള ഒരു വലിയ സമ്മേളനത്തിന് കേരളം സാക്ഷിയാവുകയുണ്ടായി. രാജസ്ഥാനിലെ ജയ്പൂരിൽ ഇന്നലെ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. ബീഹാറിലെ പൂർണിയയിലും ആന്ധ്രാപ്രദേശിലെ നന്ദിയാലിലും നാളെ ആ രണ്ട് സംസ്ഥാനങ്ങളുടെയും ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മഹാസമ്മേളനങ്ങൾ നാളെ നടക്കാൻ പോവുകയാണ്. SDPIക്ക് എന്താണ് ഈ വഖഫ് വിഷയത്തിൽ ഇത്ര താല്പര്യം എന്ന ചില ചോദ്യങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ചില ആളുകൾ ചോദിക്കുന്നത് വഖഫിൻ്റെ വിഷയത്തിൽ മുസ്ലിം ലീഗിനില്ലാത്ത താല്പര്യം എന്തിനാണ് SDPIക്ക് എന്നാണ്. ആ ചോദ്യം കേട്ടപ്പോഴാണ് ഞാനും ആലോചിച്ചത്, മുസ്ലിം ലീഗ് എന്താണ് ഇക്കാര്യത്തിൽ വഖഫ് സംരക്ഷണത്തിനായി എന്തുകൊണ്ടാണ് രംഗത്തിറങ്ങാത്തത് എന്ന് ആലോചിച്ചത്. മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് വഖഫ് സംരക്ഷണവുമായി രംഗത്തിറങ്ങാത്തത് എന്ന് വിശദീകരിക്കേണ്ടത് അവർ തന്നെയാണ്. SDPIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BJP ഗവൺമെൻറ് കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബിൽ 3 കാരണങ്ങളാൽ നിരാകരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്, പ്രക്ഷോഭം സംഘടിപ്പിക്കപ്പെടേണ്ട പ്രശ്നമാണ്. ഒന്ന്, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. രാജ്യത്തെ ഭരണഘടന ഈ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും എല്ലാ മതവിശ്വാസികൾക്കും അനുവദിച്ചു നൽകുന്ന ഭരണഘടനയുടെ 26-ാം വകുപ്പ് അനുസരിച്ചുള്ള സ്വന്തമായി മതസ്ഥാപനങ്ങൾ നടത്താനും അത് നിയന്ത്രിക്കാനുമുള്ള അവകാശത്തിന്മേലുള്ള കയ്യേറ്റമാണ്. അതുപോലെ ഇത് ആൻറ്റി മൈനോറിറ്റി ബില്ലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളെ അരികവൽക്കരിക്കുവാനും അവരുടെ അസ്തിത്വം തകർക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി ബില്ല് പോലെ ഇപ്പോൾ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു നിയമമാണ്, ഭേദഗതിയാണ് ഈ വഖഫ് ഭേദഗതി ബിൽ.
അതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഭേദഗതി കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഡിവൈസീവ് പൊളിറ്റിക്സാണ്. രാജ്യത്തെ ജനങ്ങളെ, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ച് മുസ്ലിം വിരോധം പരമാവധി ആളുകളുടെ മനസ്സുകളിൽ കുത്തിനിറച്ച് അതിൽ നിന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുക എന്നതാണ് BJP ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തെ, ഈ ഭേദഗതിയെ അതിശക്തമായി എതിർത്തേ പറ്റൂ. അത് തങ്ങളുടെ ധാർമ്മികമായ ബാധ്യതയാണ് എന്ന് SDPI വിശ്വസിക്കുന്നു. ജനങ്ങളെ അതിനുവേണ്ടി രംഗത്തിറക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നാളെ ബീഹാറിൽ നടക്കാൻ പോകുന്ന മഹാസമ്മേളനത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുമായി ഇന്നലെ വരെ 5 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ലത്തീഫ് സാഹിബ് ഇവിടുത്തെ മുസ്ലിം സംഘടനകളെക്കുറിച്ച് പറഞ്ഞതുപോലെയുള്ള അനുഭവമല്ല അവിടെ ഉണ്ടായത്. പൂർണിയ ജില്ലയിലെ മാത്രം 100ഓളം പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനാ സമയത്തും ഇമാമുമാർ 20-ാം തീയതി പൂർണിയയിലെ രംഗഭൂമി മൈതാനിയിൽ നടക്കാൻ പോകുന്ന വഖഫ് സംരക്ഷണ സമ്മേളനം അത് SDPIയുടേതല്ല, നമ്മൾ ഓരോരുത്തരുടേതുമാണ് എന്ന് പറഞ്ഞത് എൻ്റെ ചെവി കൊണ്ട് കേൾക്കാൻ എനിക്ക് സാധിച്ചു. പൂർണിയയിലെ ഏറ്റവും വലിയ ജുമാ മസ്ജിദിലാണ് ഞാൻ അന്ന് പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തത്. അതുപോലെയുള്ള ആഹ്വാനങ്ങളാണ് പല പള്ളികളിലും ഉണ്ടായത്. അവിടെയും SDPI മാത്രമാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയത് എന്നതാണ് ആ അർത്ഥത്തിലുള്ള പിന്തുണ സമൂഹത്തിൽ നിന്ന് കേവലം ആശീർവാദമായി മാത്രമല്ല, തങ്ങളുടെ വാക്കുകളാലും പ്രവൃത്തികളാലുമുള്ള പങ്കാളിത്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, രാജ്യത്തെ വഖഫുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1913 മുതൽ നിയമങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഒരു വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നം ബ്രിട്ടനിലെ കോടതിയിലെത്തിയപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇത്തരമൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ തീരുമാനമെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമമില്ല എന്ന് മനസ്സിലാക്കി അവർ 1913 ആദ്യമായി ഒരു വഖഫ് നിയമം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അത് കുറെ കൂടി പരിഷ്കരിച്ച് 1923 കുറെ കൂടി കാര്യക്ഷമമായ ഒരു നിയമം അവർ രൂപീകരിക്കുകയുണ്ടായി, ഒരു ആക്ട് രൂപീകരിക്കുകയുണ്ടായി. പിന്നീട് രാജ്യം സ്വതന്ത്രമായതിന് ശേഷം 1954 സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു വഖഫ് ആക്ട് നിലവിൽ വന്നു. ആ വഖഫ് ആക്ട് കൂടുതൽ അതിൻ്റെ ഭാഗമായുള്ള ചില കമ്മിറ്റികൾ, ഇടക്കാലത്ത് ചില കമ്മിറ്റികൾ വഖഫിനെ കുറിച്ച് പഠിക്കാൻ വിവിധ സർക്കാരുകൾ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏറ്റവും അറിയപ്പെട്ട സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലും ഡോക്ടർ രജീന്ദ്ര സച്ചാർ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, രാജ്യത്ത് ലക്ഷക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ ഇപ്പോഴും രജിസ്റ്റർ ചെയ്യപ്പെടാതെ കിടക്കുകയാണ്, പലതും കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് കാര്യക്ഷമമായ നിയമം വേണം എന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ന്യൂനപക്ഷ മന്ത്രിയായിരുന്ന കെ റഹ്മാൻ കമ്മിറ്റി റിപ്പോർട്ട്, അദ്ദേഹം വഖഫ് എൻക്രോച്ച്മെന്റിനെ കുറിച്ച് പഠിച്ച് സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് രാജ്യത്തുള്ള വഖഫ് സ്വത്തുക്കളിൽ 27% ഉത്തർപ്രദേശിലാണ് എന്നും
ഉത്തർപ്രദേശിലുള്ള 27% വഖഫ് സ്വത്തുക്കളിൽ പകുതിയിലധികവും അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് എന്നും അദ്ദേഹം സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 1995 ഇപ്പോൾ നിലവിലുള്ള വഖഫ് ആക്ട് നിലവിൽ വന്നത്. ആ വഖഫ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പുതിയ ഭേദഗതിയാണ്. ഏതാണ്ട് 44 ഭേദഗതികളോട് കൂടിയുള്ള ഒരു ഭേദഗതിയാണ് ഇപ്പോഴുള്ള BJP സർക്കാർ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 8 പാർലമെന്റിൽ അവതരിപ്പിക്കുകയും JPCയുടെ റിപ്പോർട്ട് ഈയിടെ രാജ്യസഭയിൽ വെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് രാജ്യത്ത് പലപ്പോഴും വഖഫ് ആക്ടുകൾ ഉണ്ടായിട്ടുണ്ട്, വഖഫ് ആക്ടുകളിൽ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. 95 തന്നെ വഖഫ് ആക്ട് 2013 ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത എതിർപ്പ് എന്തിനാണ് ഇപ്പോൾ ഒരു ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ 95 വഖഫ് ആക്ട് 2013 സർക്കാർ ഭേദഗതി ചെയ്തത് ആ വഖഫ് ആക്ടിലുള്ള ചില ലൂപ്പ് ഹോൾസ് അടക്കുന്നതിന് വേണ്ടിയും കുറെ കൂടി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 95 വഖഫ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് BJP കൊണ്ടുവരുന്ന ഭേദഗതി ബില്ല് വഖഫിനെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയല്ല, പകരം വഖഫിനെ തകർക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് വ്യത്യാസം. 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഭേദഗതിയിലൂടെ കൊണ്ടുവരാൻ പോവുകയാണ്. ഒന്ന്, വഖഫ് ബോർഡിന്റെ ഘടനയിൽ മാറ്റം വരുത്താൻ പോകുന്നു. മറ്റൊന്ന്, വഖഫ് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ മാറ്റം വരുത്താൻ പോകുന്നു. മൂന്നാമത്തേത്, വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്നു. അതിൽ ആ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ ഞാനിപ്പോൾ സമയം കളയുന്നില്ല. നിരവധി പ്രാസംഗികന്മാർ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളും കേൾക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വഖഫിൻ്റെ ഘടനയിലുള്ള മാറ്റം നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിർബന്ധമായി ഉൾപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുവെന്ന്. എന്നാൽ അങ്ങനെയല്ല സഹോദരീ സഹോദരന്മാരെ, അതിനേക്കാൾ ഭീകരമാണ് ഭരണഘടനയിൽ വരാൻ പോകുന്ന മാറ്റം. നിലവിൽ സെൻട്രൽ വഖഫ് കൗൺസിൽ നമുക്കറിയാം, 21 അംഗങ്ങളുള്ള ഒരു സമിതിയാണ് സെൻട്രൽ വഖഫ് കൗൺസിൽ. സെൻട്രൽ വഖഫ് കൗൺസിലിൻ്റെ ചെയർമാൻ കേന്ദ്ര മൈനോറിറ്റി മന്ത്രിയായിരിക്കുമെന്നാണ് വ്യവസ്ഥ. അദ്ദേഹം എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയിരിക്കും. അദ്ദേഹം ഒരുപക്ഷെ മുസൽമാൻ അല്ലാത്ത ആളായിരിക്കാം. എന്നാൽ സെൻട്രൽ വഖഫ് കൗൺസിൽ വരുന്ന ബാക്കിയുള്ള 20 ആളുകളും മുസ്ലിങ്ങളാകണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ഇനി വരാൻ പോകുന്നത് സെൻട്രൽ വഖഫ് കൗൺസിലിലെ 4 ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർ എല്ലാവരും മുസ്ലിങ്ങളാകണമെന്ന് നിയമമില്ല. സെൻട്രൽ വഖഫ് കൗൺസിലിൽ വരാൻ പോകുന്ന മുത്തവല്ലിയുടെ പ്രതിനിധി, അതുപോലെ ഒരു മുസ്ലിം സ്കോളർ, മുസ്ലിം സംഘടനകളുടെ 3 പ്രതിനിധികൾ, 3 മുസ്ലിം സംഘടനാ പ്രതിനിധികൾ, അതുപോലെ മുസ്ലിം മതസംഘടന മുസ്ലിം സ്കോളേഴ്സായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള 3 ആളുകൾ, അങ്ങനെ 7 ആളുകൾ. ഈ 7 ആളുകൾ മുസ്ലിങ്ങളായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. 7 പേർ 21 ആളുകളിൽ 7 പേർ മുസ്ലിങ്ങളായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ അവർ മുസ്ലിങ്ങളായിരിക്കണമെന്ന് 95 വഖഫ് ആക്ടിലുള്ള ആ ക്ലോസ് പുതിയ ഭേദഗതിയിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതിന് പുറമെയാണ് 2 പേർ നിർബന്ധമായും മുസ്ലിങ്ങളല്ലാത്തവരായിരിക്കണമെന്ന വ്യവസ്ഥ വെച്ചിരിക്കുന്നത്.
അതുപോലെ സ്റ്റേറ്റ് വഖഫ് ബോർഡുകൾ, എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നത് വഖഫ് ബോർഡുകളാണ്. വഖഫ് ബോർഡിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 8 മുതൽ 12 വരെ എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. 8 മുതൽ 12 വരെ, അതായത് ചുരുങ്ങിയത് 8 പേർ ഉണ്ടായിരിക്കണം, പരമാവധി 12. ഇപ്പോൾ BJP കൊണ്ടുവന്ന ഈ ഭേദഗതി ബില്ലിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണെന്നറിയുമോ? ഈ രീതി ഒഴിവാക്കിയിട്ട് അപ് ടു 11 എന്ന് ചേർത്തിരിക്കുകയാണ്. 11 വരെ എന്ന് വെച്ചാൽ 5 ആയാലും കുഴപ്പമില്ല, 3 ആയാലും കുഴപ്പമില്ല, 7 ആയാലും കുഴപ്പമില്ല. സംസ്ഥാന വഖഫ് ബോർഡിൽ നേരത്തെ 95 നിയമം അനുസരിച്ച് ചുരുങ്ങിയത് 8 പേർ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ ഇല്ലാതാക്കി 11 വരെ ആളുകൾ ഉണ്ടായിരിക്കണമെന്ന രീതിയിൽ അതിനെ മാറ്റം വരുത്തിയിരിക്കുന്നു. മാത്രമല്ല, ആ 11 ആളുകളിൽ 4 പേർ മാത്രമേ മുസ്ലിംകളായിരിക്കണം എന്ന് ബില്ല് പറയുന്നുള്ളൂ. അതിൽ ഒന്ന് മുത്തവല്ലിയുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ, ഒരു മുസ്ലിം പണ്ഡിതൻ. പുതിയ ഒരു സംഗതി ചേർത്തിരിക്കുകയാണ്, മുനിസിപ്പൽ പഞ്ചായത്ത് മെമ്പർമാരിൽ നിന്ന് 2 പേർ. സംസ്ഥാനത്തെ ഏതെങ്കിലും മുനിസിപ്പൽ കൗൺസിൽ മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, അവരിൽ നിന്ന് 2 പേർ. ഈ 4 ആളുകൾ മുസ്ലിങ്ങളായിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ അവർ മുസ്ലിങ്ങളായിരിക്കണമെന്ന് പറയുന്നില്ല. അതിന് പുറമെ 2 വനിതകൾ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ടല്ലോ. ആ 2 വനിതകൾ തന്നെ വലിയ തമാശയാണ്. MP പ്രതിനിധി ഉണ്ടാകും, MLA പ്രതിനിധി ഉണ്ടാകും. എന്നാൽ ഈ പറയപ്പെടുന്ന മുസ്ലിങ്ങളായിരിക്കണമെന്ന് പറയുന്ന 4 ആളുകളുണ്ടല്ലോ, മുത്തവല്ലി, മുസ്ലിം പണ്ഡിതൻ, മുനിസിപ്പൽ പഞ്ചായത്ത് മെമ്പർമാർ, ഈ 4 ആളുകളിൽ നിന്നാണ് 2 പേർ വനിതകളായിരിക്കേണ്ടത്. വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 11 മെമ്പർമാരിൽ നിന്നല്ല, ആ 11-ലെ മുസ്ലിങ്ങളായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള 4 ആളുകളിൽ നിന്നാണ് വനിതകളെ ചേർക്കേണ്ടത്. അങ്ങനെ വളരെ വ്യക്തമായി സ്റ്റേറ്റ് സെൻട്രൽ വഖഫ് കൗൺസിലാണെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലാണെങ്കിലും മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകാൻ പറ്റുന്ന തരത്തിലുള്ള ഭേദഗതിയാണ് BJP സർക്കാർ ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് സ്വീകാര്യമാകാത്തത്? മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രത്യേകം നിയമം നിർമ്മിക്കുന്നു എന്നതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് 1950 ഹിന്ദു സ്ഥാപന നിയമമുണ്ട്. 1950 ഹിന്ദു സ്ഥാപന നിയമം കേരള നിയമസഭ പാസാക്കിയ നിയമമാണ്. ആ നിയമമനുസരിച്ചാണ് സംസ്ഥാനത്ത് 5 ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുന്നത്. ആ ഹിന്ദു സ്ഥാപന നിയമമനുസരിച്ചുള്ള ദേവസ്വം ബോർഡിലെ അതുമായി ബന്ധപ്പെട്ട ആക്ടിൽ പറയുന്നത് അതിലെ ബോർഡിലെ ഓരോ അംഗവും ഹിന്ദു ആയിരിക്കണം എന്നാണ്. നമുക്ക് ആക്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും, ഹിന്ദുവായിരിക്കണമെന്ന് നിർബന്ധമായി നിശ്ചയിച്ചിരിക്കുന്നു. വഖഫ് ബോർഡിന്, ദേവസ്വം ബോർഡിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും, CEO ഹിന്ദു ആയിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ വഖഫ് ബോർഡിന്റെ CEO ഹിന്ദുവാകണം, മുസ്ലിം ആകണമെന്നില്ല. അത് മുസ്ലിം അല്ലാത്ത ആളെയും നിയമിക്കാം. എന്തുകൊണ്ടാണ് ഒരു മതേതര രാജ്യത്ത്, എല്ലാ മതങ്ങൾക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക ചില ലിമിറ്റേഷൻ, മുസ്ലിങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ, പ്രത്യേകമായ നിയമം, ഹിന്ദുക്കൾക്ക് വേറെ നിയമം എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്ത് 925 മുതൽ നിലവിലുള്ള ഒരു നിയമമുണ്ട്, സിഖ് ഗുരുദ്വാര ആക്ട്. 1925 മുതൽ നിലവിലുള്ളതാണ്. രാജ്യം സ്വതന്ത്രമായതിനു ശേഷവും അത് തുടരുന്നു. സിഖ് ഗുരുദ്വാര ആക്ട് സിഖുമായി ബന്ധപ്പെട്ട, സിഖുകാരുടെ ഏത് മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അത് നിയന്ത്രിക്കുന്ന കമ്മിറ്റികളിൽ, അതിൻ്റെ ബോർഡുകളിൽ സിഖുകാർ മാത്രമായിരിക്കണമെന്ന് ആ ആക്ടിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് ഒരു സാമാന്യമായ ഒരു നീതിയാണ്. നമ്മുടെ ഭരണഘടനയുടെ 26-ാം വകുപ്പ് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. എല്ലാവർക്കും സ്വന്തമായ സ്ഥാപനങ്ങൾ നടത്താനും ആ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനും
അതിനുള്ള സ്വാതന്ത്ര്യം, അതിന്മേൽ കൈവെക്കുകയാണ് ഇപ്പോൾ BJP ഗവൺമെൻറ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ തരത്തിലുള്ള വഖഫില് ഇത്തരത്തിലുള്ള ചില ഭേദഗതികൾ കൊണ്ടുവരുന്നതിന് അടിസ്ഥാനമായി BJP പറയുന്ന ആരോപണം എന്താണ്? രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, വഖഫ് ബോർഡിന്മേൽ നിലവിൽ സർക്കാരുകൾക്ക് നിയന്ത്രണമില്ല. മറ്റു ദേവസ്വം ബോർഡാണെങ്കിലും മറ്റു എല്ലാം തന്നെ സർക്കാർ നിയന്ത്രണത്തിലാണ്. ദേവസ്വം ബോർഡിന്റെ വരുമാനം മുഴുവൻ സർക്കാരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു പ്രചരണം. കേരള നിയമസഭയിലടക്കം സർക്കാരിന്റെ പ്രതിനിധികൾ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ട് പോലും ദേവസ്വം ബോർഡുകളുടെ വരുമാനത്തിന്റെ 1 രൂപ പോലും സർക്കാരിന്റെ ട്രഷറിയിലേക്ക് പോകുന്നില്ല. അത് അതാത് ദേവസ്വം ബോർഡുകളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. അത് പൂർണ്ണമായും അതാത് ബോർഡുകൾക്ക് വേണ്ടിയും ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയുമാണ് വിനിയോഗിക്കുന്നത് എന്ന് ഒരു നിയമസഭയിൽ ഉൾപ്പെടെ രേഖാമൂലം മന്ത്രിമാർ വ്യക്തമാക്കിയിട്ട് പോലും നമ്മുടെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ചാനലുകളിൽ പോലും വന്നിരുന്ന് BJPയുടെ പ്രതിനിധികൾ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കള്, ദേവസ്വത്തിന്റെ സ്വത്തുക്കള് സർക്കാർ കയ്യിലേക്ക് പോകുന്നു എന്ന് അവകാശപ്പെടുകയാണ്. നമ്മുടെ കേരള ഹൈക്കോടതിയിൽ BJPയുടെ നേതാവ് TG മോഹൻദാസ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഹർജി. ഹൈക്കോടതി തള്ളി. എന്തായിരുന്നു ഹർജിയിലെ വാദം? ഈ ദേവസ്വം ബോർഡുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം നടത്തുന്നത് സർക്കാർ നിശ്ചയിച്ച ഒരു വ്യവസ്ഥ അനുസരിച്ചാണ്. സർക്കാരിന് അതിൽ ഇടപെടാനുള്ള ഒരു അവകാശമുണ്ട്. ആ അവകാശം ഇല്ലാതാക്കണം. ക്ഷേത്രങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണം ഈ ക്ഷേത്ര കമ്മിറ്റികൾക്കും ഹിന്ദു സംഘടനകൾക്കുമായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി അത് തള്ളി. അത് തള്ളിക്കഴിഞ്ഞപ്പോൾ അതിനെതിരെ സുബ്രഹ്മണ്യം സ്വാമി സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഇപ്പോൾ അത് അന്തിമവിധി പറഞ്ഞോ ഇല്ലേ എന്ന് എനിക്ക് വ്യക്തമല്ല. ഏതായാലും സുപ്രീം കോടതിയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഹർജി ഫയൽ ചെയ്ത വാർത്ത, കേരള സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ച വാർത്തയൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്. ഈ വിഭാഗമാണ് ഇത് പറയുമ്പോഴാണ് ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം, ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണം പൂർണ്ണമായും ഹിന്ദുക്കൾക്കായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അതേ ആളുകൾ അതിനെ ഞങ്ങളും സപ്പോർട്ട് ചെയ്യുകയാണ്. മുസ്ലിങ്ങൾ ആരും ദേവസ്വം ബോർഡുകളിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ആവശ്യം ഉന്നയിക്കുന്ന അതേ ആളുകൾ മുസ്ലിം വഖഫ് ബോർഡുകളിൽ മുസ്ലിങ്ങളല്ലാത്തവർ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. സർക്കാർ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് പറയുന്നു. അതിൻ്റെ സാങ്കത്യം എന്താണ്? പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വഖഫിനെ ഇപ്പോൾ പേപ്പട്ടിയാക്കി ചിത്രീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലുന്ന പരിപാടിയാണ് ഇപ്പോൾ പല ഭാഗത്തും സംഘപരിവാറിൻ്റെ ആളുകളും സംഘപരിവാറിനെ കൊയലൂത്ത് നടത്തുന്ന മറ്റു ചില വേഷധാരികളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് 995 വഖഫ് ആക്ട്, നിലവിലുള്ള വഖഫ് ആക്ടിലെ 43 വഖഫ് ബോർഡിന് ഒരു വലിയ സ്വാതന്ത്ര്യം നൽകുന്നു. വഖഫ് ബോർഡിന് ഏതെങ്കിലും ഒരു ഭൂമി വഖഫാണ് എന്ന് തോന്നിയാൽ അതവർക്ക് പിടിച്ചെടുക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം നൽകുന്നു. എന്നിട്ട് പലയിടത്തും ഹിന്ദു സഹോദരന്മാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതാ നിങ്ങൾ താമസിക്കുന്ന വീടും പറമ്പും നാളെ ഇതാ വഖഫ് ബോർഡ് വന്നിട്ട് ഇത് വഖഫാണെന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പച്ചയായി വഖഫ് ആക്ട് എല്ലാം തന്നെ സർക്കാരിൻ്റെ വെബ്സൈറ്റുകളിൽ, അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു സാധനം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്ത് ചാനലുകളിൽ പോലും വന്നിരുന്ന് ശുദ്ധമായ കളവ് പറയാൻ വലിയ തൊലിക്കെട്ടി തന്നെ വേണം സഹോദരങ്ങളെ.
യഥാർത്ഥത്തിൽ വഖഫ് ആക്ടിലെ 40(3) പറയുന്ന എന്താണ്? ഏതെങ്കിലും ഒരു ട്രസ്റ്റിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രസ്റ്റിന് കീഴിലുള്ള ഒരു സ്ഥലം, അതല്ലെങ്കിൽ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലം, അത് വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്ന്, അത് വഖഫാണ് എന്ന് വിശ്വസിക്കാവുന്ന തെളിവ് വഖഫ് ബോർഡിന്റെ മുമ്പിലുണ്ടെങ്കിൽ മതിയായ അന്വേഷണം നടത്തിയ ശേഷം അത് പിടിച്ചെടുക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനും വഖഫ് ബോർഡ് ട്രിബ്യൂണലിനും നൽകുന്നുണ്ട്. ഏതെങ്കിലും വ്യക്തികളുടേതല്ല. ഏതെങ്കിലും ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, സൊസൈറ്റീസ് ആക്ട് പ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, അത് വഖഫാണെന്ന് വിശ്വസിക്കുന്നതിന് മതിയായ തെളിവ് വഖഫ് ബോർഡിന് വശമുണ്ടെങ്കിൽ, വീണ്ടും സച്ച് എൻക്വയറി എന്നാണ് അതിൽ പറയുന്നത്, മതിയായ വേണ്ടത്ര അന്വേഷണം നടത്തിയിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്നു. അങ്ങനെ ഒരു സംഗതി ഇതിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KR റഹ്മാൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എല്ലാം വന്നതിനനുസരിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, പഞ്ചാബിൽ, അതുപോലെ ഹരിയാനയിൽ, ബീഹാറിൽ, വെസ്റ്റ് ബംഗാളിൽ ആയിരക്കണക്കിന് സ്ഥലങ്ങളാണ്, ആയിരക്കണക്കിന് സ്ഥാപനങ്ങളാണ്, പ്രോപ്പർട്ടികളാണ് വഖഫിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ശേഷം പല ആളുകളും കൈയടക്കി വെച്ച് അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തി അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി കൊണ്ടുപോകുന്നത്. സമൂഹത്തിന് പൊതുവായി ഉപകാരപ്പെടേണ്ട ഇത്തരം സംഗതികൾ വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന ആ വ്യവസ്ഥ പാലിക്കപ്പെടാതെ പോകുന്നത്. അത്തരം ധാരാളം തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തരത്തിലുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ വസ്തുതകളെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട്, നമ്മുടെ ഭരണഘടന നൽകുന്ന താല്പര്യത്തെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ രാജ്യത്തിൻ്റെ മുഴുവൻ ശത്രുക്കളാക്കി നിർത്തുന്ന രീതിയിൽ, സമൂഹത്തിന് മുമ്പിൽ അവരെ എതിരാളികളാക്കി, അവരെ ചോദ്യചിഹ്നങ്ങളാക്കി നിർത്തുന്ന രീതിയിൽ, വഖഫ് എന്നതിനെ തന്നെ ഒരു ഭീകരതയാക്കി മാറ്റാൻ സാധിക്കുന്ന രീതിയിൽ ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്ന BJPയോടും സംഘപരിവാറിനോടും മോദിയോടും എനിക്കൊന്നാണ് പറയാനുള്ളത്. നേരത്തെ ഇക്രാം സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വഖഫ് ഭേദഗതി ബില്ല് നരേന്ദ്രമോദിയെ ഒരു തീരാശാപമായി പിടികൂടുക തന്നെ ചെയ്യും എന്ന് ഈ ജനാവലിയെ സാക്ഷി നിർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മോദിയുടെയും BJPയുടെയും ഭരണത്തിനും ഹുങ്കിനും അവസാനം കുറിക്കുന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. വഖഫ് അള്ളാഹുവിൻ്റെതാണ്. അത് ദൈവത്തിന് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. ദേവസ്വം ദൈവത്തിൻ്റെ സ്വത്താണ്, ദൈവത്തിൻ്റെ സ്വത്താണ്. അതുപോലെ തന്നെയാണ് ദൈവത്തിന് വേണ്ടി ഹിന്ദു സഹോദരന്മാർ നൽകിയിട്ടുള്ള സ്വത്ത്, ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ മറ്റുള്ളവർ കൈയടക്കാൻ പാടില്ല. വഖഫ് അള്ളാഹുവിന് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരാൾ തൻ്റെ പരലോക മോക്ഷം കൂടി ഉദ്ദേശിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള, അയാൾ സംഭാവന നൽകിയിട്ടുള്ള സ്വത്തുക്കൾ അതിന്മേൽ കൈവച്ചാൽ പൊള്ളുക തന്നെ ചെയ്യും എന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുന്നു. ആരായിരുന്നാലും ശരി. നമ്മുടെ നാട്ടിലും പല ആളുകളും വഖഫ് സ്വത്തുക്കൾ അതിൻ്റെ മുകളിൽ കൈവച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരോടും അവർക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ്. നമ്മുടെ BJPയുടെ അതുപോലെ കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന മറ്റ് പാർട്ടികൾ, ആ പാർട്ടികളോടും ദേശവ്യാപകമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്, ഈ ഭേദഗതി കൊണ്ടുവന്നാൽ അതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായുമുള്ള പ്രക്ഷോഭങ്ങൾ കൊണ്ട് ഇന്ത്യ ശക്തമായി മുഖരിതമാകും. ഒരിക്കലും നിലക്കാത്ത പ്രക്ഷോഭങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു. സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി നരേന്ദ്രമോദിക്ക് അങ്ങ് ഭരിച്ചു പോകാമെന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ ഉറപ്പെടുത്തുകയാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു.
അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നരേന്ദ്രമോദി വികലാംഗനായി മാറിയിരിക്കുന്നു. അതിന് ഒരു നിതീഷ് കുമാറിൻ്റെയും ഒരു ചന്ദ്രബാബു നായിഡുവിൻ്റെയും പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തവനായി മോദി സർക്കാർ മാറിയിരിക്കുന്നു. ഈ ഭേദഗതി കൂടി നടപ്പാക്കി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കാനും അവരെ അപരവൽക്കരിക്കാനുമാണ് ശ്രമമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി രണ്ടു കാലും മുറിഞ്ഞ് പൂർണ്ണമായും ശയ്യയിലേക്ക് പോകാൻ, കിടക്കയിലേക്ക് പോകാൻ നരേന്ദ്രമോദി തയ്യാറെടുത്തുകൊള്ളുക എന്ന് ഈ ജനാവലിയെ സാക്ഷി നിർത്തി ഇന്ത്യ രാജ്യത്തെ SDP നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പരിപാടികളെയും സാക്ഷി നിർത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.